നമ്മളിന്ന് കുറേ നാൾ കൂടിയാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ ശബരിമലയ്ക്ക് പോകാനുള്ള നോയമ്പിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വിഷുവും സുഖമില്ലായിരുന്നു. വിഷു ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായി. അതെല്ലാം കഴിഞ്ഞ് ഇന്നൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ഈസി ആയിട്ടൊരു ചിക്കൻ ബിരിയാണി, നമുക്ക് ചിക്കൻ വറുത്തിട്ടൊരു ബിരിയാണി വെക്കാം. ഞാനിത് പല രീതിയിൽ ബിരിയാണി വെക്കാറുണ്ട്. ഇത് ഞാനൊരു ഇത് കണ്ടിട്ട് എൻ്റെതായ രീതിയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരു വെറൈറ്റി ബിരിയാണി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാമല്ലോ വെച്ചിട്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങൾ ചിക്കൻ. ഈ ചിക്കൻ നല്ലപോലെ നമ്മൾ വാഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ വിനാഗിരിയും ഉപ്പും ഒഴിച്ച് കുറച്ച് നേരം ഇത് പുരട്ടി അതവിടെ വെക്കണം. വാഷൊക്കെ ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നാരങ്ങയിട്ടൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ജസ്റ്റ് വിനാഗിരിക്കകത്ത് ഉപ്പിനകത്ത് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഈ ചിക്കൻ ഇത് സോഫ്റ്റ് ആവും ചിക്കൻ. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കുറച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ഒത്തിരി മസാലയൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിനാകുമ്പോൾ എരിവ് കുറവുണ്ടല്ലോ. അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് അത് വീണ്ടും ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഇത് നല്ല ഡീപ്പ് ഫ്രൈ, ഷാലോ ഫ്രൈ അല്ല, ഡീപ്പ് ഫ്രൈ ചെയ്താൽ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് ചെയ്യണം. അന്നേരം അല്ലെങ്കിൽ ഇത് ചിക്കൻ അങ്ങ് ഹാർഡായി പോകും. ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം അങ്ങനെ വറുത്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ നമ്മുടെ ഓൾ മസാല ഐറ്റംസ്, ഗ്രാമ്പൂ, കറുവാപ്പട്ട, പിന്നെ ഇതെന്തോ തക്കോലോ, സ്റ്റാർ ആനീസ്, അങ്ങനെയല്ല നമ്മുടെ എല്ലാ ഗരം മസാല വരുന്ന ഐറ്റംസ് എല്ലാം. പിന്നെ ഇത് കുറച്ച് ഒനിയൻ നമ്മൾ ഫ്രൈ ചെയ്ത് കറി ലീഫും കൂടി ഇട്ട് ഫ്രൈ ചെയ്തത്. പിന്നെ ഇത് കുറച്ച് നമ്മുടെ പൈനാപ്പിൾ, ഇത് ഓപ്ഷണലാണ് പക്ഷേ ചേർത്താൽ നല്ലതാണ്. പിന്നെ ഇത് കൊറിയാണ്ടർ ലീഫ്, സാൾട്ട്, ഗീ, പിന്നെ കുറച്ച് ക്യാരറ്റ്. ഇതൊക്കെ നമുക്ക് റൈസിന് ആവശ്യമുള്ളതാണ്. ഈ കൈതച്ചക്കയും പിന്നെ ഇത് ക്യാരറ്റ്, പിന്നെ കുറച്ച് ടൊമാറ്റോ. ഇത് 2 മീഡിയം ടൊമാറ്റോസ് ഉണ്ട്. നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് ടൊമാറ്റോയുടെ എണ്ണം കൂട്ടണം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 800 ഗ്രാമോ ചിക്കനേ കാണുള്ളൂ. പിന്നെ 2 ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്തത്, പിന്നെ ഒനിയൻ സ്ലൈസ് ചെയ്തത്. ഇത്രയും സാധനം നമുക്ക് ചിക്കൻ ഗ്രേവി ആക്കാൻ വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് പിന്നെ സെപ്പറേറ്റ് പറയാം. ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി ആക്കാനുള്ളത്. നമുക്ക് സ്റ്റൗ ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എല്ലാം ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ വറുത്ത ആ ഓയിലിനകത്ത് തന്നെയാണ്. പാൻ ചൂടാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ്, അത് നമുക്ക് കുറച്ച് ചേർക്കാം. ഓയിൽ ചൂടാവുന്നുണ്ട്. നമുക്കൊരു നമുക്ക് നമ്മുടെ കുറച്ച് ഇതിടാം. ഒരു സിനമൺ സ്റ്റിക്ക്, പിന്നെ 2-3 ഏലക്ക, കടവും, പിന്നെ 3-4 ഗ്രാമ്പു, ക്ലോവ്സ്. ഇത്രയും സാധനം മൂത്ത് കഴിയുമ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിതിലൂടെ സവോള ഒനിയൻ ചേർത്ത് കൊടുക്കാം. നമ്മളിതൊരു 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഓരോന്നിനും അതിനകത്ത് തന്നെ മറ്റേ ഫ്രൈ ചെയ്തതും നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്തതും, പിന്നെ ഇനി കുറച്ച് നമ്മൾ ചോറിനും വേണം, പിന്നെ ഉള്ളിലേക്ക് ചോറിനുള്ളത് ഇതിനകത്ത് വെച്ചിട്ട് ഒത്തിരി വേണ്ട, കുറച്ച്. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്തത്, നമുക്കൊരു കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു 1 ടേബിൾ സ്പൂൺ.
പറയാൻ വിട്ടുപോയി, നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് 2 സ്ലൈസ്ഡ് ഗ്രീൻ ചില്ലി നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് വലിയ എരിവില്ലാത്തത്, മറ്റേ നീളമുള്ള വലിയതാണ്, അതിന് എരിവ്, ഇച്ചിരി എരിവ് കുറവുള്ള ഇത് 2 സ്ലൈസ് ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കുറച്ച് 3-4 ഗ്രീൻ ചില്ലിയും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ചേർക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ കൂടുതൽ മുളക് പൊടി ചേർക്കുന്നില്ല, ഈ ഗ്രീൻ ചില്ലിയുടെ ഇതാണ് കൊടുക്കുന്ന എരിവ്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മുമ്പ് നമ്മൾ കാണിച്ചതിൻ്റെ കൂടെ പറഞ്ഞില്ല. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊരു 1.5 ടീസ്പൂണുണ്ട്. അത് നമുക്ക് ഇതിലൂടെ ചേർക്കാം. അപ്പം അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലും ഇതിലൂടെ നമുക്ക് നല്ല സോസ് ചെയ്യാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ ആ റോ ടേസ്റ്റൊക്കെ മാറി നല്ലപോലെ മണമൊക്കെ മാറിയിട്ടല്ലോ, നല്ലപോലെ വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അത് 2 മീഡിയം ടൊമാറ്റോ ഉണ്ട്. ഇത് നല്ലപോലെ സോഫ്റ്റായി നല്ല കുക്കായിട്ടാണ്. ഇത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതായത് ടൊമാറ്റോ പെട്ടെന്ന് സോഫ്റ്റ് ആവും, പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തോ, മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാതെ കുക്കാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് അരി സോക്ക് ചെയ്യാൻ ഇടാവേ. അത് അധികം നേരം വേണ്ട, ഒരു 10 മിനിറ്റ്സ് മതി. നമ്മൾ സാധാരണ ബസ്മതി റൈസ് അല്ല, ജീരകശാല റൈസാണ്, അതിന് ഒത്തിരി ഇതാവേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ്സ് മതി. അത് ഞാനിപ്പോൾ റെഡി ആക്കട്ടെ. ഇതാവുന്നത് വേണം, നമുക്ക് നോക്കാവേ. നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്, ടൊമാറ്റോസ് എല്ലാം നല്ല കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഗ്രീൻ ചില്ലിയും കൊറിയാണ്ടർ ലീഫും നമ്മുടെ പുതിനയും കൂടെ നല്ലപോലെ അരച്ച് വെച്ച് അത് ചേർക്കാം. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് പറയുന്നത് ഈ സാധനം. നമ്മളിത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പുതിനയില കൂടിപ്പോരുത്. എപ്പോഴും നമ്മുടെ മല്ലിയില വേണം കൂടി നിൽക്കാൻ മുമ്പ്. പുതിനയില ഒരു ചെറിയൊരു പിടി മതി, മല്ലിയില ഒരു നല്ലൊരു ബഞ്ച് വേണം. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് മസാലകൾ ചേർക്കാം. നമ്മൾ ഒത്തിരി മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. മറ്റേ ഗ്രീൻ ചില്ലിയുടെ ആ ഒരു എരിവേ ഉള്ള ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി നമ്മൾ ചേർത്തു. പിന്നെ ഒരു ശകലം ഇത് ടർമറിക് പൗഡർ കുറച്ച് മതി. പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനമുള്ളൂ നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. മസാലയുടെ ഒക്കെ ഉള്ള ആ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ നമ്മൾ നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കണം. സമയത്ത് നമുക്ക് അതിൻ്റെ ഉപ്പ് ടേസ്റ്റ്, സാൾട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ചേർക്കണം. നല്ല ഉപ്പ് കുറവുണ്ടായിരുന്നു, അതിന് ഉപ്പ് ചേർക്കണം. നല്ലോണം സോട്ടായി. നമ്മളിപ്പോൾ ചേർത്ത മസാലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ മാറി, റോസ് സ്മെല്ലൊക്കെ മാറി, പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായി. ഈ സമയത്ത് നമുക്ക് കുറച്ച് കർഡ് ചേർക്കാം.
ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കേട് ചേർത്തിട്ടുണ്ട്. പുളി കുറവുള്ളത് കേട് ചേർക്കണം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ സോട്ട് ചെയ്യണം. ഇതിപ്പോൾ കണ്ട നമ്മുടെ തൈരെല്ലാം നല്ലപോലെ ഇതിൻ്റെ കൂടെ യോജിച്ച് എല്ലാം റെഡിയായി. ഈ സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവേ. സ്റ്റോക്ക് എൻ്റെ ഇല്ല, അതുകൊണ്ട് കുറച്ച് മതി. ഇതൊന്ന് ഗ്രേവി ആവാൻ പാകത്തിന് ശകലം കൂടെ വേണം. നമുക്കിത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടില്ലേ ഈ പരുവത്തിന്. ഇതിനകത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതെല്ലാം നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. ഗരം മസാല ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും നമുക്ക് ചേർക്കാം. ഫൈനലായിട്ട് കുറച്ച് മതി, ഒരു 4-5 പിഞ്ച് ഇങ്ങനൊരു ഫ്ലേവർ. പിന്നെ ഇവിടെ കുറച്ച് പെപ്പർ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ല, അത് നമുക്ക് ചേർക്കാം. ശകലം നെയ്യും ചേർത്തിട്ട് കുറച്ച് നെയ്യ്. നമുക്കിതിവിടെ അടച്ചങ്ങ് വെക്കാം. എന്നിട്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെസൽ വെക്കാവേ. ഇത് ചൂടാവും. നമ്മുടെ വെസൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഫ്രഷ് ആയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ നമുക്ക് ചേർക്കാവേ. കാരണം മറ്റേ ചിക്കനകത്ത് മുളക് പൊടിയുടെ കളർ പൊക്കിയില്ലേ. പിന്നെ കുറച്ച് ഗീയും ചേർക്കാം അതിൻ്റെ കൂടെ. നമ്മൾ സാധാരണ നമ്മൾ അരി വെക്കുന്ന പോലെ വെച്ച് ഊറ്റിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ എല്ലാ ഫ്ലേവർ ഈ ചോറ് കിട്ടേണ്ടത് കൊണ്ട് നമ്മളിന്ന് ചിക്കൻ ഇല്ല റൈസ് നമ്മൾ വെന്തങ്ങ് എടുക്കുമോ. പിന്നെ വെള്ളമൊക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ നാട്ടിൽ പോയിട്ട് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച പോയേ. പക്ഷേ പനിയൊക്കെ വന്നതുകൊണ്ട് ഒരു സുഖം വന്നില്ല, ആർക്കും ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു. നമുക്കൊരു 1 ഇഞ്ച് സിന്നമൺ സ്റ്റിക്ക്, പിന്നെ 2 സ്റ്റാർ ആനീസ്, പിന്നെ ഒരു 3 ഏലക്ക കടമം, 3-4 എണ്ണം, പിന്നെ എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് കടമം ഉണ്ട്, അത് ചേർക്കാം.
പിന്നെ ഒരു 5 ക്ലോവ്സ് ഗ്രാമ്പു ഇത്രയാണ് ചേർക്കാം. അതൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് പെരുംജീരകം ചേർക്കാം. പെരുംജീരകം ചേർക്കാം. ഫെനൽ സീഡ്സ്, ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ഓയിലിലോട്ട് ഇറങ്ങട്ടെ. നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു കുറച്ച് മതി, കുറച്ച് സവാള ജസ്റ്റ് ഒന്ന് കളർ മാറി ബ്രൗൺ കളറായിട്ട് ഈ ഒനിയനും പിന്നെ നമ്മുടെ മസാല ഇതെല്ലാം കൂടെ ഗ്രാമ്പും ഏലക്ക അതെല്ലാം കൂടെ നല്ലപോലെ മൂത്തപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് ആ ചോറിനൊരു കളർ കിട്ടാൻ വേണ്ടി, നല്ലൊരു കളർ കിട്ടാൻ രസമുണ്ട് കാണാനായിട്ട്. കുറച്ച് മതി, ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതി ക്യാരറ്റ് നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കാവേ. ഒത്തിരി വേണ്ട, ഒരു ശകലം മതി. ആ ചോറിന് അതിൻ്റെ ഒരു ഇത് കിട്ടും. കുറച്ച് പിന്നെ നമുക്കൊരു ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. രണ്ട് ഗ്രീൻ ചില്ലി, നമ്മളിതിനകത്ത് എന്താ നല്ലൊരു മണം കിട്ടാൻ വേറെയുള്ള എസൻസും നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റോസ് വാട്ടറും അങ്ങനെയുള്ള എല്ലാം എൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ കൊടുക്കും. പക്ഷേ ഇതിനകത്ത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ കരിച്ചൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഓൾറെഡി അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. അതുകൂടെ നമുക്ക് ഈ സമയത്ത് ചേർക്കാം. കുറച്ച് കണ്ടോ, ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർക്കണം. നമ്മൾ ഓൾറെഡി കുറച്ച് ഹോട്ട് വാട്ടർ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അതാണ് നല്ലത്. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്തിട്ട് പിന്നെ മെയിനായിട്ട് ചേർക്കുന്ന ഒരു സാധനം നമ്മൾ ഇച്ചിരി മിൽക്ക് ചേർക്കുന്നുണ്ട്. കൗ മിൽക്ക്, പശുമ്പാൽ ചേർക്കുന്നുണ്ട്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഒന്ന് ട്രൈ ചെയ്യണം, നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുമെന്ന് വെച്ചു. ഇതിനകത്തിപ്പം ഈ ഹോട്ട് വാട്ടർ നമ്മൾ ചേർക്കുവാണ്. നമ്മൾ അരി ചേർത്തതിന് ശേഷം ബാക്കി നോക്കാം. കാരണം ഇതിനകത്ത് വേണമല്ലോ ഇത് വെന്തെടുത്താൽ, കൂടിപ്പോവുകയും ചെയ്യരുത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ചേർക്കണം. ഉപ്പറിയാമല്ലോ, എപ്പോഴും ഇച്ചിരി മുന്നിൽ നിൽക്കണം.
ലൈം ചേർത്ത് കൊടുക്കാം. ഇതൊരു ഇതിലൊരു സീഡ് വന്നതുകൊണ്ട് ഒരു ഹാഫ് ലെമൺ മതി. ഒത്തിരി അങ്ങ് പിഴിയരുത്, അതിൻ്റെ കയ്പൻ. ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ജീരകശാല റൈസാണ്. ഇത് നമ്മൾ 10 മിനിറ്റ്സ് സോക്ക് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്യണം. ഇത് ഉറപ്പായിട്ടൊരു 3-4 വട്ടമെങ്കിലും ഇതിൻ്റെ സ്റ്റാർച്ച് പോകണം. വാഷ് ചെയ്തിട്ട് നമ്മൾ 10 മിനിറ്റ് സോക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചാൽ അരി ചേർത്തിട്ട് നമുക്ക് വെള്ളം ഇനി ആവശ്യമുണ്ട് ചൂടുവെള്ളം. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം തന്നെ എടുക്കണമെന്ന് പറഞ്ഞത്. അല്ലെ പിന്നെ ഗ്ലാസ്സിന് നമ്മൾ അളന്നെടുക്കണം. ഓൾറെഡി നമ്മളിത് സോക്ക് ചെയ്തിട്ട് ഈ വെള്ളം ഈ അരിയിൽ ഉള്ളിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ അരി ആവുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു. നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇത് കണ്ട് ഇതിപ്പോൾ ഒരു തൊട്ട് കെട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഒരു പൊടിക്ക് മുന്നിൽ നിന്നാൽ മതി. ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മിൽക്ക് ചേർക്കാം. അരിച്ച് ചേർക്കാം. ഒരു 100 ml മതിയാവും. ഇത് നമ്മൾ കണ്ടിന്യൂസ് പെട്ടെന്ന് അങ്ങ് തിളപ്പിച്ച് വറ്റിക്കരുത്. നമ്മളിത് പതുക്കെ സിമ്മിലിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതിനെ വറ്റിച്ചെടുക്കാം. ഇത് മൂടി വെക്കാവേ. നമുക്കിച്ചിരി കാഷ്നട്ടും മുന്തിരിയും കൂടെ വറക്കാവേ. ഞാൻ അതിനകത്ത് വറക്കേണ്ടതായിരുന്നു, പക്ഷെ അത് വിട്ടുപോയി. കാരണം സാധാരണ നമ്മൾ എല്ലാം നേരത്തെ വറുത്ത് മാറ്റി വെക്കുന്ന. ഇതിനകത്ത് കുറച്ച് നെയ്ക്കകത്ത് തന്നെ വറക്കാം. കാഷ്നട്ട് നമ്മൾ വറുത്തേ. ഞാൻ കുറച്ച് മുന്തിരിങ്ങ കൂടെ വറുത്തെടുത്തു. ഈ റൈസ് ഒന്ന് നോക്കി അതിനകത്തോട്ട് നമുക്ക് ചേർക്കാം. അത് ഇതിനകത്ത് ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഫ്ലേവർ എല്ലാം ആ ചോറിനകത്ത് വരണം. സാധാരണ നമ്മൾ ദം ചെയ്യുമ്പോൾ എല്ലാം സെപ്പറേറ്റ് അല്ലേ ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ, പക്ഷെ അത് ആദ്യം ചെയ്യണ്ടായിരുന്നു, ഞാൻ മറന്നു. ഇതൊന്ന് പതുക്കെ ഇറക്കി കൊടുക്കാം. കണ്ടോ? ഈ സമയത്ത് വേണം നമുക്ക് ഇത് വെന്തുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗരം മസാല പൗഡറും പിന്നെ
നമ്മുടെ കൊറിയാണ്ടർ ലീഫും എല്ലാം ഇട്ട് കൊടുക്കും. നല്ല ഉള്ളു. എന്നിട്ട് നമുക്കത് നല്ലപോലെ അടച്ചു വെച്ച് കഴിക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവർ ഈ ചോറിന് തരണം. അപ്പോൾ ഈ ചോറിനൊരു നല്ല ഫ്ലേവർ ആയിരിക്കും. കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഓണിയൻ, ഗരം മസാല, എല്ലാം ഓരോ പേജ് 2-3 പേജ് മതി കേട്ടോ. ശക്കലം ഗീ 1 ടീസ്പൂൺ മതി. എല്ലാവരും സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ട് വരാം. നല്ലപോലെ അടിച്ചിട്ട് ഒരു ക്ലോത്തും കൂടെ ഇട്ടേക്കാം. ഇരിക്കട്ടെ. നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ഒരു ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് ചോറ് നമുക്ക് മിക്സ് ചെയ്യുന്നു. കണ്ടോ, എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നിനൊന്ന് വിട്ടും കുഴഞ്ഞൊന്നും പോകാതെ. കണ്ടോ, റെഡിയായില്ലേ? ഒട്ടും അതാ പറഞ്ഞാൽ നമ്മൾ ആ അരി ഇടുമ്പോൾ വെള്ളം ചേർത്ത് നോക്കിയിട്ട് ചൂടുവെള്ളം നമുക്ക് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആരുമൊക്കെ ചേർത്തുകൊണ്ടൊന്നും അതിലൊന്നും തൊട്ടിട്ട് പോലും ഇല്ലൊരു ചോറ്. സെറ്റായിട്ടിരിക്കും. കണ്ടോ, ഇനി നമുക്ക് ഇത് ചോറ് റെഡിയായി. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണ്ടേ? ഒന്നുകൂടെ മൂടി ഇരിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലൂടെ നമുക്കിത് സെറ്റ് ചെയ്യാം. ഇട്ടതല്ലോ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് 2 പേർക്കുള്ളതാണ്. അപ്പം നമുക്കത് ഈ ഗ്രേവി നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് ഇടാം. ചേട്ടാ ലെഗിൻ്റെ ആൾ, അതുകൊണ്ട് 2 ലെഗ് പീസ് ഇടാം അല്ലേ? ഇതിട്ടിട്ട് എടുക്കുന്ന കണക്കിൽ നമ്മൾ സെറ്റ് ചെയ്താൽ മതി. അല്ല ഇതെല്ലാം നമ്മൾ കുഴഞ്ഞു പോകും. ഗ്രേവി ഇത് കഴിഞ്ഞ് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. സൂപ്പർ റൈസ് അല്ലേ? ഇതിനകത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഗസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് 2 പേരാ വരുന്നെങ്കിൽ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് നല്ല ഗാർണിഷൊക്കെ ചെയ്ത് കൊടുക്കാം. നല്ല ചുമ്മാ അറിയാലോ, നല്ല അരോമ ഭയങ്കര. ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള നെയ്യ്, നമുക്ക് ഇച്ചിരി ഫ്രൈഡ് ഓനിയൻസും കുറച്ച് മല്ലിയിലയും ഇട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട്.